ഇത്രയും ആളുകൾ സങ്കടപ്പെട്ട ഒരു മരണം, ഒരു താരത്തിൻ്റെ മരണം മലയാളത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. അതിനു മുമ്പ് ജയൻ്റെ മരണമായിരുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ ദുഃഖത്തിലായത്. പിന്നെ പ്രേംനസീറിൻ്റെ മരണം. മലയാളികൾക്കായാലും ഏറ്റവും പ്രിയപ്പെട്ട ഒരു താരമായിരുന്നു കലാഭവൻ മണി ഇൻട്രൊഡ്യൂസ് ചെയ്തത് സാർ തന്നെയാണ്. അപ്പം മണിച്ചേട്ടനെ കുറിച്ചുള്ള എന്തെങ്കിലും കുറച്ച് ഓർമ്മകളുടെ കലാഭവൻ മണി എന്ന് പറയുമ്പോൾ തന്നെ ഇന്ന് മലയാളത്തിൻ്റെ ഒരു മണിമുത്ത് എന്ന് പറയുന്ന ഒരു താരമായിരുന്നു. ഇത്രയും ആളുകൾ സങ്കടപ്പെട്ട ഒരു മരണം, ഒരു താരത്തിൻ്റെ മരണം മലയാളത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. അതിനു മുമ്പ് ജയൻ്റെ മരണമായിരുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ ദുഃഖത്തിലായത്. പിന്നെ പ്രേംനസീറിൻ്റെ മരണം. ഈ അടുത്ത കാലത്ത് നടന്ന ഏറ്റവും വലിയ ഒരു സങ്കടകരമായ മരണം എന്ന് പറയുന്നത് കലാഭവൻ മണിയുടേതായിരുന്നു. ഒന്ന് പ്രായത്തിൻ്റെ, രണ്ട് അസാധ്യ പ്രതിഭയുടെ മരണം. ആബാലവൃന്ദ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു താരം തന്നെയായിരുന്നു കലാഭവൻ മണി. നമുക്കറിയാം, പാട്ട് യേശുദാസാണ് ഏറ്റവും കൂടുതൽ പാട്ടുപാടി മലയാളികളെ കയ്യിലെടുത്തതെങ്കിലും ഒരു കാലഘട്ടത്തിൽ മണി, ദാസേട്ടൻ തന്നെ പറഞ്ഞു, എന്നേക്കാൾ കൂടുതൽ മാർക്കറ്റുള്ള ഗായകനാണെന്ന് കലാഭവൻ മണി. അപ്പോൾ ജനഹൃദയങ്ങളിലേക്ക് ഏറ്റവും കൂടുതൽ പാട്ടുകൾ ഇറങ്ങിച്ചെന്നത് ഒന്ന് ദാസേട്ടൻ്റെയും ഒന്ന് കലാഭവൻ മണിയുടെയുമാണ്. ഇന്നും ഒരു ഗാനമേള ഉണ്ടെങ്കിൽ അവിടെ ഒരു കലാഭവൻ മണിയുടെ പാട്ടുകളുണ്ടാവും. എനിക്ക് കലാഭവൻ മണിയായിട്ടുള്ള ബന്ധം, കലാഭവൻ മണിയെ ആദ്യമായിട്ട് ഗൾഫിൽ ഞാനാണ് അവതരിപ്പിച്ചത്. എൻ്റെ സ്റ്റേജ് ഷോയിലൂടെയാണ് കലാഭവൻ മണി ആദ്യമായിട്ട് ഗൾഫ് നാടുകളിലെത്തുന്നത്. അന്ന് കലാഭവൻ മണിയെ തിരിച്ചറിയാറായിട്ടില്ല. കലാഭവനിൽ കളിക്കുന്നുണ്ടെങ്കിലും മണിയെ പെട്ടെന്ന് കണ്ടാൽ ആളുകൾക്ക് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു കാലത്താണ് എൻ്റെ കൂടെ ഗൾഫ് ട്രിപ്പിൽ വരുന്നത്. ആദ്യത്തെ ഷോ അവിടെ അവതരിപ്പിക്കുമ്പോൾ സിദ്ദീഖ് എന്ന നായക നടനാണ്, നാദർഷ പാരഡിയിലൂടെയൊക്കെ പ്രശസ്തരാണ്. അങ്ങനെ ഒരുപാട് പ്രശസ്തരുള്ളതിൻ്റെ കൂട്ടത്തിൽ അധികം ആളുകൾ തിരിച്ചറിയാത്ത ആളായിരുന്നു മണി. പക്ഷേ ആദ്യത്തെ ഷോ കഴിഞ്ഞതിന് ശേഷം പിന്നെ ജനങ്ങൾ, ഓഡിയൻസിന് ആരാധന വന്നത്, സ്റ്റേജിലെ താരമായി മാറിയത് കലാഭവൻ മണിയായിരുന്നു. സത്യത്തിൽ ആ കലാഭവൻ മണിയുടെ ആ സ്റ്റേജ് പ്രോഗ്രാമിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് ശരിക്കും ലോഹിദാസ് അതിനു പറ്റിയ ഒരു കഥാപാത്രം സല്ലാപത്തിൽ അദ്ദേഹത്തിന് കൊടുത്തത്. എന്നോട് പലതവണ മണി ആ കാര്യം പറയുകയുണ്ടായി. അപ്പോൾ എന്തായാലും കലാഭവൻ മണി എന്ന് പറയുന്ന ആ ഇതിഹാസം, അഭിനയത്തിൻ്റെ സൂപ്പർ സ്റ്റാർ, അതുപോലെ പാട്ടുകാരിൽ ഏറ്റവും പ്രശസ്തനായ ജനകീയ പാട്ടുകൾ മലയാളിക്ക് സമ്മാനിച്ച കലാഭവൻ മണി, അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ വേർപാടിനെക്കുറിച്ച് പറയുമ്പോൾ ഇന്നും ദുഃഖമാണ് എനിക്കുള്ളത്.